ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇങ്ങനെ തംബ്നെയിൽ ഏറ്റവും നന്നായിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റിയ തംബ്നെയിൽ എഡിറ്റർ ഏതാണെന്നും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. ഇതെങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നുമാണ് ഞാൻ ഇന്ന് പറഞ്ഞു വരാൻ പോകുന്നത്. വളരെ എളുപ്പമായിട്ട് ഒരു ആപ്പും വെച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. നല്ല എളുപ്പമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ശേഷം ബെൽ ബട്ടണും കൂടെ അമർത്തുവാണ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നേരിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഒരു നല്ല തംബ്നെയിൽ എഡിറ്റർ. അപ്പോൾ ആ തംബ്നെയിൽ എഡിറ്ററിനകത്ത് എങ്ങനെ തംബ്നെയിൽ എഡിറ്റ് ചെയ്യാമെന്നാണ്. അത് എഡിറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്ന ക്യാൻവ ആണ്. അപ്പോൾ അത് ചെയ്യാൻ ഈസിയാണ്. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഈ മണ്ടലത്തെ ടെംപ്ലേറ്റ്സിൽ അടിച്ചു നോക്കണം. യൂട്യൂബ് തംബ്നെയിലിൽ നിന്ന് അടിച്ചു കൊടുത്താൽ മതി. ഈ മൂന്നാമത് കാണുന്നത് അത് നിൽക്കിയാൽ മതി. ഇത് നമുക്ക് വേണ്ടെടുക്കാം. ഞാനിപ്പം ബ്ലാങ്ക് എടുത്തിട്ട് ഇവിടെ ഒരു +2 ഞാൻ കാണുമല്ലോ. ആ +2 നീക്കിയിട്ട് ഇവിടെ ടെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഈ ടെക്സ്റ്റ് എടുത്ത് നോർത്തോ. അപ്പം ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യുവാണ്. ഹൗ ടു ഡ്രോ 3D പിക്ചറിന് ഇത് നമുക്ക് ആവശ്യമില്ല. വേണം നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ബൈ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒന്നുമല്ല. അഥവാ നിങ്ങളുടെ പടം എന്തെങ്കിലും ആഡ് ചെയ്യണോ നോക്കി ഈ പ്ലസ് നീക്കിയിട്ട് ഇവിടുത്തെ ഈ ഇമേജ് നീക്കിയാൽ മതി. നമുക്ക് പടം ആഡ് ചെയ്യാം. അപ്പോൾ എനിക്ക് പടം ആഡ് ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ ഇങ്ങനെ ഇട്ട് നമുക്ക് ഇതിൻ്റെ സൈസൊക്കെ കൂട്ടാം. ഉണ്ടോ, അത്ര സൈസൊന്നും വേണ്ട. ഇപ്പോൾ നമ്മൾ ഇത്ര സൈസാണ് എടുത്തേക്കുന്നത്. ഇത് ഇവിടെ എടുത്തിട്ട് ഇല്ലൂസ്ട്രേഷൻ എടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഇല്ലൂസ്ട്രേഷൻ്റെ അവിടെ ചെന്നിട്ട് 3D അടിച്ചു കൊടുക്കുകയെന്ന് ഓർത്തോ.